ഇത്രയും വലിയ ക്രാക്കുകളൊക്കെ കാണുക എന്ന് പറയുന്നത് ഭയങ്കര കേട്ടോ. അതെ അതെ, ഈ ഒരു ക്രാക്കിലൊക്കെ എന്തൊക്കെയോ ചെയ്ത് നോക്കിയിട്ടുണ്ട്. വാട്ടർ പ്രൂഫിംഗ് ട്രീറ്റ്മെന്റ് ചെയ്ത് നോക്കിയതാണ്, പക്ഷേ സാധനം ഫെയിലിയർ ആയി പോയിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും ഇല്ലാത്ത വെള്ളം വരുന്നുണ്ടായിരിക്കും. നല്ല ലീക്കേജ് ഉണ്ട്, നല്ല ലീക്കേജ്. 57.9 58 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. 58 ഡിഗ്രി സെൽഷ്യസ്. കൈയൊക്കെ പൊള്ളി വരുവാ അല്ലെ. ഇപ്പൊ 44. അതെ അതെ, ഏകദേശം 15 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു, ചൂട് കുറഞ്ഞു. ഇത് തൊട്ട് കഴിയുമ്പോഴത്തേനും കരിയായി പോവാ, പൊടിഞ്ഞു പോകുന്നുണ്ട്. കാരണം ഇത് UV റെസിസ്റ്റന്റ് അല്ല, ഹീറ്റ് നന്നായിട്ടില്ലെങ്കിൽ അൾട്രാ വയലറ്റ് റേസ് വന്ന് ഇതിന്മേ തട്ടുമ്പോൾ ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്താവും, ചേഞ്ച് ആവും. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഈ ഒരു ക്രാക്ക് ഒക്കെ കണ്ടിട്ട് എന്നാ വലിയ ക്രാക്കാ വന്നേക്കുന്നത്. അതെ അതെ അതെ, ഇത്രയും വലിയ ക്രാക്കൊക്കെ ഒരു വീടിന്റെ മുകളിൽ വരുവാന്ന് പറയുമ്പോൾ അത് ഹെവി ആയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഫൈബറിന്റെ മാറ്റ് ഇടാൻ പോവാണ്. ഓക്കെ, ഇതല്ലേ? അതെ 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 അതെ. കംപ്ലീറ്റ് ലീക്കേജ് വന്നിട്ട് ചുമരിലൂടെ ഇറങ്ങി. ഇവിടെ പിന്നെ മറ്റേ ജനലിന്റെ കട്ടിലൊക്കെ കൊടുത്തിട്ടുള്ളത് കോൺക്രീറ്റ് ആണ്. അത് കംപ്ലീറ്റ് പൊട്ടി. കാരണം അതിൻ്റെ അകത്തേക്ക് വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്തുള്ള അയൺ ബാർ വികസിച്ച് അതൊക്കെ പൊട്ടിയിട്ട് ഭയങ്കര ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അകത്തുള്ളത്. ഇത് വെള്ളം നിൽക്കില്ല, അത് ആർക്കായാലും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അറിയാലോ അത്. അതെ അതെ, ഇതിനെ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യാൻ പോവാണ്. ഇത് വാട്ടർ പ്രൂഫ് ആവുന്നാണോ പറയണേ? എന്തായാലും നമുക്ക് അതിന്റെ ഒരു ഡിഫറൻസ് കാണാമല്ലോ. വെള്ളം ലീക്കില്ല അല്ലേ, പക്ക ക്ലീൻ. പക്ഷെ വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ്ങിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഇനി വെള്ളം ഒഴിച്ച് നോക്കിയാ, വെള്ളം ഒഴിച്ച് നോക്കാം. ആ പൈപ്പിന്റെ അവിടെ പോയി എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോന്ന് അറിയണ്ടേ. അയ്യോ, ഇത് പൊളിച്ചു. ഞാനൊരു വീടിൻ്റെ മുകളിലാട്ടോ ഉള്ളത് ഇപ്പം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെയേറെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം പറയാം, അതിനെക്കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ജാബിറാണ് എൻ്റെ കൂടെ ഉള്ളത്. ജാബിറ നമസ്കാരം. നമസ്കാരം. അപ്പം ജാബിറെ, നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബാൻവെറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. ബാൻവെറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിയുടെ പേരാണ്. ഓക്കെ, വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽസിന്റെ മാനുഫാക്ചറിംഗ്. ഓക്കെ, എൻ്റെ വീട്ടിലേക്ക് എനിക്ക് വാട്ടർ പ്രൂഫിംഗ് ചെയ്യണം എന്നോർത്താണ് നിങ്ങളെ ഞാൻ ബന്ധപ്പെടുന്നത്. ആ ഒരു ടൈമിലാണ് നിങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ് ഈ സംഭവം എന്ന് അറിയണം എന്നോർത്താണ് ഞാൻ ഇന്ന് കൊച്ചി വരെ എത്തിയത്. അപ്പം നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഒന്ന് അറിയണം എന്ന് പറഞ്ഞു. നമ്മൾ പാർപ്പൊടിയിലാണല്ലോ വീട് പണിത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ സീപ്പേജിന്റെ പ്രശ്നം എനിക്ക് നല്ല ഉണ്ട്. അപ്പം നിങ്ങൾ എനിക്കൊന്ന് ക്ലിയർ ചെയ്ത് തരാമോ, നിങ്ങൾ എന്താണ് പ്രോസസ്സ് ചെയ്യുന്നതെന്നുള്ളത്? ഓക്കെ ഓക്കെ ഓക്കെ. അതായത് ഈ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത് ഒരു എഫക്റ്റ് ആണ്. അതായത് വാട്ടറിനെ അബ്സോർബ് ചെയ്യാത്ത ഒരു ബോഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ അതിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ ഈ ഒരു സർഫസിൽ നമ്മൾ ചെയ്യുന്നത് പോളിയൂറത്തിൻ ബേസ് ആയിട്ടുള്ള UV റെസിസ്റ്റൻസി പ്രോപ്പർട്ടി ഉള്ള എലാസ്റ്റോമറിക് പ്രോപ്പർട്ടി ഉള്ള ഒരു വാട്ടർ പ്രൂഫിംഗിന്റെ കോട്ടിംഗ് ആണ്. ഓക്കെ, ആ ഒരു മെറ്റീരിയൽ ഇവിടെ സെലക്ട് ചെയ്യാനുള്ള കാരണം ഇപ്പോ നമുക്ക് ഈ ഒരു സർഫസിൽ നോക്കിയാൽ തന്നെ കാണും. ഇവിടെ ഇതിന്റെ മുമ്പ് ഈ ഒരു കസ്റ്റമർ വേറെ എന്തോ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ക്രാക്കുകളൊക്കെ ഇത്രയും വലിയ ക്രാക്കുകളൊക്കെ കാണുക എന്ന് പറയുന്നത് ഭയങ്കര കേട്ടോ. അതെ അതെ, ഈ ഒരു ക്രാക്കിലൊക്കെ എന്തൊക്കെയോ ചെയ്ത് നോക്കിയിട്ടുണ്ട്. വാട്ടർ പ്രൂഫിംഗ് ട്രീറ്റ്മെന്റ് ചെയ്ത് നോക്കിയതാണ്, പക്ഷേ സാധനം ഫെയിലിയർ ആയി പോയിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാട്ടർ പ്രൂഫിംഗിന്റെ മെറ്റീരിയൽ UV റെസിസ്റ്റന്റ് അല്ല. അതായത് ഡയറക്റ്റ് സൺലൈറ്റ് വന്ന് തട്ടിക്കിടുന്നു കഴിഞ്ഞാലും ഇതിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തൊരു മെറ്റീരിയലാണ്. ഓക്കെ ഓക്കെ. പിന്നെ ഈ ഒരു ക്രാക്സ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഹെവി ടെമ്പറേച്ചർ. അപ്പൊ നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഞങ്ങള് കട്ട വെയിലത്താട്ടോ നിൽക്കണേ. കട്ട ഉച്ചക്ക് 1 മണി അല്ലേ, കിടിലൻ ചൂടാണ്. അപ്പൊ ചൂട് തട്ടുമ്പോൾ ഏതൊരു മെറ്റീരിയലിനും വികസിക്കാനുള്ള അതിന്റെ മോളിക്യൂൾസിന് തമ്മിൽ വികസിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അതുപോലത്തെ ഒരു ടെൻഡൻസി കൊണ്ടാണ് ഈ ഒരു ക്രാക്സ് ഫോം ചെയ്തിട്ടുള്ളത് ഇവിടെ. അതായത് ഞാനിപ്പോ ഈ ഒരു വീടിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഫുള്ള് ക്രാക്കുകൾ അല്ലേ, എല്ലായിടത്തും എവിടെ നോക്കിയാലും ക്രാക്ക്. ഞാൻ ആലോചിക്കുക ഈ രീതിയിൽ നമ്മൾ എങ്ങനെ വിശ്വസിച്ച് ഒരു വാർക്കൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഏകദേശം ഒരു 6-7 കൊല്ലം പഴക്കമുള്ള വീടാ എന്തായാലും അല്ലേ. ആ ഒരു ടൈമിൽ ഇത്രയും എന്തൊക്കെ പറഞ്ഞാലും ഇല്ലാത്ത വെള്ളം വരുന്നുണ്ടായിരിക്കും. നല്ല ലീക്കേജ് ഉണ്ട്, നല്ല ലീക്കേജ് ഉണ്ട്. അപ്പം എന്താണ് നമ്മുടെ എങ്ങനെയാണ് പ്രോസസ് ചെയ്ത് എങ്ങനെയാണ് ഇപ്പോൾ ഇതിന്റെ ഒരു ടെമ്പറേച്ചറിന്റെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു കോട്ടിംഗ് ഉണ്ടല്ലോ, ചെയ്യുന്നതിന് മുൻപും ചെയ്തതിന്റെ ശേഷമുള്ള ഈ ഒരു ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. കാരണം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കോട്ടിംഗ് ഏകദേശം 57.9 58 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. 58 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൈയൊക്കെ പൊള്ളി വരുവാ അല്ലെ. അതെ അതെ, ഇത്രയും ടെമ്പറേച്ചർ ഇതിന്റെ മുകളിൽ അടിക്കുമ്പോൾ എന്തായാലും ഇതിൽ നല്ല ക്രാക്സ് വരും, തെർമൽ എക്സ്പാൻഷൻസ് വരും, ക്രാക്ക് വരും. അതായത് കോൺക്രീറ്റിന്റെ ലൈഫിനെ
ആ സാധനം നന്നായിട്ട് ബാധിക്കും. അങ്ങനെ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ ലീക്കേജ് വരും, അകത്തുള്ള അയൺ ബാർസ് റസ്റ്റ് വരും, പിന്നെ അത് ബൾജ് ചെയ്യും, സ്പാളിങ് സംഭവിക്കും. അതായത് ചില വീടുകൾ കണ്ടിട്ടില്ലേ നമ്മൾ താഴത്തുനിന്ന് ഇങ്ങനെ പൊട്ടി സ്പാളിംഗ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അത് സംഭവിക്കും. നമ്മൾ ഈ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള അയൺ ബാർസ് ആണ്, റീഇൻഫോഴ്സ്മെന്റ് ആണ്. അപ്പോൾ അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക ലീക്കേജിൽ നിന്നും പിന്നെ അതേപോലെ തന്നെ ടെമ്പറേച്ചറിൽ നിന്നും ഈ ഒരു സർഫസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി, ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പ്രോഡക്റ്റ് ഡാമേജ് ആയി പോയി അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ബ്ലാക്ക് കളർ നമ്മളൊക്കെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഫൈബറിന്റെ ടാങ്കാണ്. ഇത് കണ്ടോ, കംപ്ലീറ്റ് ഡാമേജ് ആയി തൊട്ട് കഴിയുമ്പോഴത്തേനും കരിയായി പൊടിഞ്ഞു പോകുന്നുണ്ട്. കാരണം ഇത് UV റെസിസ്റ്റന്റ് അല്ല, ഹീറ്റ് നന്നായിട്ടില്ലെങ്കിൽ അൾട്രാ വയലറ്റ് റേസ് വന്ന് ഇതിന്മേ തട്ടുമ്പോൾ ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്താവും, ചേഞ്ച് ആവും. ഇതിൽ വെള്ളമില്ലാത്തത് കൊണ്ടാണ് ഈ മൂടി പെട്ടെന്ന് കംപ്ലൈന്റ് ആയിട്ടുള്ളത്. പക്ഷെ ടാങ്കിന് അത്ര തന്നെ വലിയ പ്രശ്നങ്ങളില്ല, എന്നാലും ഈ സാധനം ഡാമേജ് ആവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെയാണ് UV റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കോട്ടിങ്. ഇത് ഇത്രയും തിക്നെസ് ഉള്ള ടാങ്കാണ് ഇത്. അപ്പൊ പിന്നെ ബ്രഷിനടിക്കുന്ന ഒരു 2-3 കോട്ടിങ്ങിന് എത്രത്തോളം സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. എനിക്ക് ഈ ഭാഗമൊക്കെ നിങ്ങൾ ഇപ്പൊ ക്ലീൻ ആക്കിയോ? ഇല്ല, ക്ലീനിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് 7 സ്റ്റെപ്പുകളിലായിട്ട് ഒരു 6 ലെയർ കോട്ടിങ്ങിന്റെ സിസ്റ്റം ആണ് ഇവിടെ ചെയ്യുന്നത്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ലീനിങ്ങിന്റെ ആവശ്യമുണ്ടോ? മസ്റ്റ് ആയിട്ട് വേണം. കാരണം നമ്മൾ ഇനിയിപ്പോ എത്ര സ്ട്രെങ്ത് ഉള്ള ഒരു സാധനം കൊണ്ടുപോയിട്ട് ഒട്ടിക്കുമ്പോഴും അതിന്റെ താഴെ എന്ത് പാടില്ല, കച്ചറ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമ്പോൾ പോയിട്ടാണല്ലോ ഇത് പോയി സ്റ്റിക്ക് ആവുന്നത്. അത് റിമൂവ് ആയി പോകാനുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാൻ ഫസ്റ്റ് പ്രോസസ് ചെയ്യും. ഇതിന് മുമ്പ് വൈറ്റ് സിമെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും റിമൂവ് ആകുവാണ്. അതായത് ഈ സർഫസിൽ ബൾജ് ചെയ്തിട്ട് നിൽക്കുന്ന അൺവാണ്ടഡ് മെറ്റീരിയൽസ് കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്തോളൂ. ഓക്കെ ശരിക്കും ഈ ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ, ഈ ഒരു ക്രാക്ക് ഒക്കെ കണ്ടിട്ട് എന്നാ വലിയ ക്രാക്കാ വന്നേക്കുന്നത്. അതെ ഇത്രയും വലിയ ക്രാക്കൊക്കെ ഒരു വീടിന്റെ മുകളിൽ വരുവാന്ന് പറയുമ്പോൾ അത് ഹെവി ആയിട്ടുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്തിട്ട് ഇനി അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം അല്ലേ? അതെ ശരി. നമ്മളിപ്പോ മുകളിൽ ക്ലീൻ ചെയ്ത് വെച്ചല്ലോ, ആ ഏരിയയിൽ ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഇതിന്റെ ഒരു ബേസ് കോട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസ് ആണ് ഇത്. മാസ്റ്റർ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് ലാറ്റക്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഒരു വൈറ്റ് കളറാണ്, ലാറ്റക്സ് ആണ്. ഇതും വാട്ടറും പിന്നെ നമ്മുടെ സാധാരണ ഗ്രേ സിമെന്റ് ഉണ്ടല്ലോ, ഓക്കെ, ഇത് 3 കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഒരു സൊല്യൂഷനാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാം. അതിൽ തന്നെ നമ്മൾ ഈ ഒരു മെഷ് കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 45 GSM ഫൈബറിന്റെ മെഷ്. ഇതൊരു അക്രലിക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരുന്നൊരു മെഷാണ്. ഈ മെഷ് ഫസ്റ്റ് ലേ ചെയ്യും, എന്നിട്ട് ഇതിനെ ഈ ഒരു ലാറ്റക്സ് ബേസ് മെറ്റീരിയൽ വെച്ചിട്ട് ഫിക്സ് ചെയ്യാണ് ചെയ്യുക. ഈ ഒരു സർഫസ് ഇത് അവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഇത് വിരിക്കും. ഇത് ഫസ്റ്റ് വിരിക്കും. ഓക്കെ, ഇത് ഫസ്റ്റ് വിരിക്കും. എന്നിട്ട് പിന്നെ അതിന്റെ മുകളിൽ എന്ത് ചെയ്യും, ഈ ഒരു കോമ്പൗണ്ട് ഉണ്ടല്ലോ, ഈ ലാറ്റക്സും അതായത് മാസ്റ്റർ ബോണ്ട്, മാൻവെറ്റിന്റെയും മാസ്റ്റർ ബോണ്ടും തന്നെ മെറ്റീരിയലും വാട്ടറും ഇനി ഇതിലേക്ക് ഗ്രേ സിമെന്റും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു കോമ്പൗണ്ട് ഇതിന്റെ മുകളിൽ, ആ ഒരു മിക്സ്ചർ ഇതിന്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ട് ഇതിനെ എന്ത് ചെയ്യും, സർഫസിൽ ഒട്ടിക്കും. അതായത് നമ്മളൊരു വീട് ഉണ്ടാക്കുവാണെങ്കിൽ ഒരു തറ ഉണ്ടാക്കാൻ തറ ഇടുന്ന പോലെയൊക്കെ തന്നെയാണ് ഇതിന്റെ പ്രോസസ്സും അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത് അല്ലേ? ലാറ്റക്സ് എന്ന് പറഞ്ഞ ഒരു ബോണ്ടിങ് ഏജന്റ് ആണ്. അപ്പോൾ അതും സിമെന്റും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് കണ്ടോ, അതും വാട്ടറും സിമെന്റും കൂടി മിക്സ് ചെയ്യാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അതെല്ലാം കൂടെ മിക്സ് ആയി അല്ലേ? അതെ നന്നായിട്ട് മിക്സ് ചെയ്യും. കുഴമ്പ് പരുവായിട്ട്. അതെ അതിങ്ങനെ നമ്മുടെ സർഫസിന്റെ കൺസിസ്റ്റൻസി, സർഫസിന്റെ ഒരു ഫിനിഷിങ്ങിനനുസരിച്ചിട്ട് ഇതിന്റെ കൺസിസ്റ്റൻസിയിൽ ചെറിയ ഡിഫറൻസ് വരുത്തും വരും. ഓക്കെ, ടെക്നീഷ്യന്മാർ തന്നെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അതിന്റെ റേഷ്യോ സാധനങ്ങളൊക്കെ അവിടെ ഡിസൈഡ് ചെയ്യാണ് ചെയ്യാം. ഓരോ സർഫസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലീൻ ചെയ്ത സർഫസിൽ ഫസ്റ്റ് ഫൈബറിന്റെ മാറ്റ് ഇടാൻ പോവാണ്. ഓക്കെ അല്ലേ? അതെ ഓക്കെ. എൻ്റെ ഏരിയയിൽ നമ്മൾ ഏതൊക്കെ ഏരിയയിൽ കോട്ടിങ് കൊടുക്കുന്നുണ്ടോ ആ ഏരിയയിൽ കംപ്ലീറ്റ് മാറ്റ് കൊടുക്കും. അതായത് ഈ ഫുൾ സർഫസിൽ കൊടുക്കും. അതെ. അപ്പം എനിക്ക് തോന്നിയിട്ട് ഒരു വീടിന്റെ അടിത്തറ നമ്മൾ താഴെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ബേസ്മെന്റ് അതെ പക്ക ക്ലിയർ ആക്കിയിട്ടാണ് ഓരോരോ സ്റ്റെപ്പുകൾ അല്ലെ അതിന്റെ മുകളിലേക്ക് വരുന്നത്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ആ താഴെ മിക്സ് ചെയ്ത് വെച്ച ആ കോട്ടിങ് നേരെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ നനയ്ക്കുന്ന സംഭവം എന്താണ് ഇതെന്താ വെച്ചാല് ഇത് അത്യാവശ്യം നല്ല ഹീറ്റ് ആയിട്ട് നിൽക്കുകയാണല്ലോ. അപ്പൊ ഇതിന്റെ ഒരു ഇനീഷ്യൽ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉണ്ടാവും, അത് ഒഴിവാക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മുകളിൽ ചെയ്യുന്ന കോമ്പൗണ്ടിലുള്ള ലിക്വിഡ് പാർട്ട് ആദ്യം ഈ സർഫസ് കൊണ്ട് അബ്സോർബ് ചെയ്തിട്ട് പൗഡർ മാത്രം മുകളിൽ നിൽക്കും. ഓക്കെ, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീവെറ്റ് ചെയ്യുന്നത്.
ഇതിപ്പോൾ ആ സർഫസിൽ നമ്മൾ മറ്റേ മാസ്റ്റർ ബോണ്ടിന്റെ ആ ഒരു മിക്സർ അപ്ലൈ ചെയ്യാണ്. ഇത് കുറച്ച് ലൂസായിട്ട് ഉള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ അതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ക്രാക്സിലേക്കൊക്കെ അബ്സോർബ് ചെയ്തിട്ട് പെനട്രേറ്റ് ചെയ്ത് കയറിയിട്ട് ആ സാധനം അതിൻ്റെ ഉള്ളിലൊക്കെ ഫില്ലായിട്ട് നിൽക്കും. ഓക്കെ. പിന്നെ ഈ ഒരു മെഷിനെ കറക്റ്റായിട്ട് ആ സാധനം ബോണ്ട് ചെയ്ത് നിർത്തുകയും ചെയ്യും. എവിടെയൊക്കെ ക്രാക്ക് ഉണ്ടോ അതിൻ്റെ അകത്തേക്കൊക്കെ അത് കയറി പോകും, ഫില്ലാവും അല്ലേ? അതെ അതെ. അപ്പം ഇവിടെയൊക്കെ ഏകദേശം നല്ല രീതിയിൽ നീറ്റ് ആയിട്ടുണ്ട് അല്ലേ, ക്ലീൻ ആയി. ഞാൻ ചോദിക്കട്ടെ, ഈ 6 ലെയർ 7 ലെയറോളം കാര്യങ്ങൾ ചെയ്യണം, ഇതിന്റെ ഒരു ആവശ്യകത ഉണ്ടോ ശരിക്കും? ഉണ്ട്, തീർച്ചയായിട്ടും. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണം ഇവിടെ തന്നെ ഉണ്ട്. എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഇതിന്റെ മുകളിൽ ഇതിന് മുമ്പ് വേറൊരു കോട്ടിങ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അത് ഇവിടെ കാണാനില്ല. ഏകദേശം 90% പോയിട്ടുണ്ട്. ഇവിടെ എല്ലാം പോയിട്ടുണ്ട്. ഇതിന്റെ അകത്തേക്കൊന്ന് നോക്കി. ഓക്കെ. ഇവിടെ മൊത്തം വെള്ള കളറിൽ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതേ മെറ്റീരിയലാണ് ഇവിടെ ഇല്ല. ഇവിടെ ഇല്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എന്തില്ല, UV റേസ് ഒന്നും സ്ട്രൈക്ക് ചെയ്യുന്നില്ല, ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നില്ല. ഇവിടെ സൺലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് ആ മെറ്റീരിയൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ. അപ്പൊ ആ ഒരു മെറ്റീരിയൽ അവിടെ ഉണ്ട്, പക്ഷെങ്കിൽ വെയിലടിക്കുന്നു, വെള്ളം ചാടുന്നു, അവിടെ ഇല്ല. അപ്പൊ ഇതൊക്കെ പാഴിയല്ലേ മൊത്തം? ക്ലീൻ ചെയ്ത് എല്ലാം മൊത്തം ക്ലീൻ ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ താഴെ തന്നെ പോയി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, കംപ്ലീറ്റ് ലീക്കേജ് വന്നിട്ട് ചുമരിലൂടെ ഇറങ്ങി. ഇവിടെ പിന്നെ മറ്റേ ജനലിൻ്റെ കട്ടിലൊക്കെ കൊടുത്തിട്ടുള്ളത് കോൺക്രീറ്റ് ആണ്. അത് കംപ്ലീറ്റ് പൊട്ടി, കാരണം അതിൻ്റെ അകത്തേക്ക് വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്തുള്ള അയൺ ബാർ വികസിച്ച് അതൊക്കെ പൊട്ടിയിട്ട് ഭയങ്കര ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അകത്തുള്ളത്. അതായത് ആ വെള്ളം ഇറങ്ങിയിട്ടല്ലേ? അതെ. അതൊക്കെ ഇപ്പോൾ നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരൊറ്റ ട്രീറ്റ്മെൻറ്റോട് പോകും. അപ്പോ ജോമി ചേട്ടാ, 2 ദിവസമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബേസ് കോട്ട് കംപ്ലീറ്റ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞാണ് കേട്ടോ നമ്മൾ വന്നേ. ഓക്കെ. അപ്പോ ഇനിയിപ്പോ അതിന്റെ മുകളിൽ ചെയ്യുന്നത് PU കോട്ടിംഗ് ആണ്. ഈ ഒരു PU കോട്ടിങ്ങിന്റെ സ്ട്രെങ്ത് എന്താന്നുള്ളത് കാണിക്കാൻ വേണ്ടി നമ്മളൊരു കിഡിലൻ ഐറ്റം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയോ? അതെ. കൊട്ടയോ? ഒരു വള്ളിക്കൊട്ട. ഈ കൊട്ട ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഇതില് നമുക്കറിയാലോ, 1 മിനിറ്റ് പോലും ഇതിലെന്താവൂല, വെള്ളം നിൽക്കൂല. അത് കണ്ടാ, ഇത് വെള്ളം നിൽക്കിയല്ല, അത് ഇപ്പൊ ആർക്കായാലും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അറിയാലോ അത്. അതെ. ഇതിനെ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യാൻ പോവാണ്. ഈ കൊട്ടനെ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യാൻ പോവാണ്. എന്തായാലും ഇത്ര ഹോൾസ് ഒന്നും ഒരു ടെറസിലും ഉണ്ടാവില്ലല്ലോ. ഈ കൊട്ടനെ നിങ്ങൾ വാട്ടർ പ്രൂഫ് ചെയ്ത് കാണിച്ചാൽ ഇതിന്റെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതൊരു വെറൈറ്റി ആയിരിക്കും. ഈ വള്ളിക്കൊട്ടനെ അവർ വാട്ടർ പ്രൂഫ് ചെയ്യുമെന്നാണ് എന്നാ ഇതിന്ന് അറിഞ്ഞിട്ടേ കാര്യം. ഇതിന് ഗ്യാരണ്ടി ഉണ്ടല്ലോ അല്ലെ? പിന്നെ ഒരു വർഷം കൂടെ നിൽക്കും എന്നിട്ട് ഈ വാട്ടർ പ്രൂഫ്? ഒന്നൊന്നല്ല, ഇത് 5 വർഷത്തിന് പ്രൊഡക്റ്റ് വാറന്റി കൊടുക്കുന്നുണ്ട് കമ്പനി, 20 years സർവീസ് വാറന്റിയും കൊടുക്കുന്നുണ്ട്. ഓക്കെ. അത്രയും ആ ഒരു ലെവലിലേക്ക് ഈ വള്ളിക്കോട്ട നിങ്ങൾ റെഡിയാക്കി തരും അല്ലേ? അങ്ങനെയാണ് ഈ വള്ളിക്കോട്ടായിട്ട് ഞാൻ വീട്ടിൽ പോകും. ഓക്കെ. ശരി. ഇവിടെ ഇപ്പൊ നമ്മള് PUന്റെ കോട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെറസിൽ. ഇതാണല്ലേ? അതെ. വൈറ്റ് കളറാണ്, പോളിയോറിത്തീൻ ആണ്. പോളിയോറിത്തിന്റെ സിംഗിൾ കോമ്പണന്റ് മെറ്റീരിയലാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹീറ്റ് റിഡ്യൂസ് ആവും, എലാസ്റ്റോമെറിക് പ്രോപ്പർട്ടിയാണ്, UV റെസിസ്റ്റന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ്. ഇതാണ് നമ്മൾ ഇതിന്റെ അകത്ത് അടിച്ചിട്ട് ഈ കൊട്ടേനെ വാട്ടർ പ്രൂഫ് ആക്കാൻ പോകുന്നത്. ഈ കൊട്ടേനെ വാട്ടർ പ്രൂഫ് थोड़ा करके दे दो, ये पूरा वाटर प्रूफ बना के देना मुझे, ठीक है? हाँ देखता हूँ. ഇത് വാട്ടർ പ്രൂഫ് ആവുന്നാണോ പറയണേ? എന്തായാലും നമുക്ക് അതിന്റെ ഒരു ഡിഫറൻസ് കാണാമല്ലോ. അപ്പൊ അത്രയ്ക്കും ഇത് എത്ര കോട്ടിങ് വരുന്നുണ്ട് നമുക്ക്? ഈ ഒരു വൈറ്റ് കളർ മെറ്റീരിയൽ ഉണ്ടല്ലോ PU, ഇതിന്റെ 3 കോട്ടാണ് നമ്മൾ ഈ സർഫസിൽ അടിക്കുക, വിത്തൗട്ട് എനി ഡൈലൂഷൻ. ഇതിൽ വേറെ ഒന്നും ഡൈല്യൂട്ട് ചെയ്യൊന്നും ചെയ്യൂല, മെറ്റീരിയൽ ഒന്നുമില്ല. ഡയറക്റ്റ് അപ്ലിക്കേഷൻ ആണ് വരുന്നത്. ഇതിന്റെ നേരെ ഓപ്പൺ ചെയ്യുക, ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് നമ്മൾ സാധാരണ രീതിയിൽ പെയിന്റ് ഒക്കെ അടിക്കുമ്പോൾ ചില എന്തെങ്കിലും അതൊന്നുമില്ല അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. കാരണം അതിൽ ഡൈല്യൂഷൻ വരുത്താൻ പാടില്ല. ആ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യാതെയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോട്ടെ, ഇത് എത്ര 3 കോട്ട് അടിക്കണം? അത് ഓരോ ദിവസം ഓരോ കോട്ടാണോ അടിക്കണം? ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അത് ഉണങ്ങിയിട്ട് അതിന്റെ അടുത്ത ദിവസം, അതായത് ഒരു ദിവസം നമ്മൾ മാക്സിമം 2 കോട്ട് മാത്രമേ ചെയ്യുള്ളൂ. അതായത് ഫസ്റ്റ് കോട്ട് കയറി കഴിഞ്ഞാൽ തന്നെ എന്താവും, ടെമ്പറേച്ചർ നന്നായിട്ട് കുറയും. അപ്പൊ അതുകൊണ്ട് സെക്കൻഡ് കോട്ടൊക്കെ ക്യൂറിങ് ഉണങ്ങി കിട്ടാൻ ചെറിയൊരു ടൈം എടുക്കും. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യത്തെ ദിവസം 58.3 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ വന്നിരുന്നത് അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കൊട്ട ഇന്ന് തന്നെ ആവുമെന്നാണ് പറയുന്നത്? ഇല്ല, ഇന്നാവില്ല. ഇതിപ്പോ നമ്മൾ ടെറസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു 3-4 ദിവസത്തെ പ്രോസസ്സാണ്. ഓക്കെ. അതെ, അതിന്റെ അകത്ത് നമ്മൾ 3 കോട്ടിംഗ് ആണ് അപ്ലൈ ചെയ്യുന്നത് ഇവിടെ ടെറസിൽ ചെയ്യുന്ന പോലെ തന്നെ. അപ്പൊ അതും ഇതുപോലത്തെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കൊട്ടയിലും ഈ ഫ്ലോർ ചെയ്യുന്ന പോലെ തന്നെ അതേപോലെ തന്നെ പ്രോസസ്സിംഗ് ചെയ്തിട്ടാണ് അതിന്റെ സ്ട്രെങ്ത് കാണിച്ചു തരാൻ പോണേ. അപ്പൊ നമ്മളിത് 3 ദിവസം കഴിഞ്ഞിട്ട് ഈ ഫ്ലോർ എന്താണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കാം അല്ലെ? അതിന്റെ കൂടെ തന്നെ കൊട്ടയും കാണാം. അപ്പൊ ആ കൊട്ട അന്ന് വാട്ടർ പ്രൂഫ് ആണ് ഞാൻ കൊണ്ടുപോകുള്ളൂ. അപ്പൊ അടിപൊളി. അപ്പൊ 3 ദിവസം കഴിഞ്ഞ് അടുത്ത കാണാം. ജാബിറെ, നമ്മള്
നട്ടുച്ചയ്ക്ക് വന്നിരിക്കണം, എനിക്കൊന്നും നോക്കാൻ പോലും പറ്റുന്നില്ല. നമ്മളിപ്പോ 4ാമത്തെ ദിവസമാണിത് തണലത്തേക്ക് മാറി നിന്ന് സംസാരിക്കാം. ജാബറേ, എത്ര കാര്യങ്ങൾ എന്തൊക്കെ കഴിഞ്ഞു? എല്ലാം നമ്മൾ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞില്ല? അതെ 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 അതെ. അതായത് 7 സ്റ്റെപ്പുകളിലായിട്ടുള്ള 6 ലെയർ കോട്ടിങ്ങും കംപ്ലീറ്റ് ആയി ടോട്ടൽ ഏരിയയിൽ കംപ്ലീറ്റ് ആയി. ഞാൻ പറയണോ, അതെ നമ്മൾ ടൈം കാണിച്ചു കൊടുത്തേക്കാം. 2 മണി നട്ടുച്ചയ്ക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആൾക്കാർക്ക് ആർക്കും ഡൗട്ട് വേണ്ട, നമ്മൾ 4 ദിവസം കഴിഞ്ഞിട്ട് ശരിക്കും ഇങ്ങോട്ട് നോക്കാൻ പറ്റാം. ഫുള്ള് UV റിഫ്ലക്ഷൻ ആണ്, ഹീറ്റിനെ നന്നായിട്ട് നമ്മളൊന്നൊരു ഇത് വെച്ചിട്ട് ടെമ്പറേച്ചർ ചെക്ക് ചെയ്തല്ലോ, അതേ സ്ഥലത്ത് തന്നെ പോയിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നമ്മളത് എനിക്ക് തോന്നിട്ട് ഇവിടെ വെച്ചാ ചെക്ക് ചെയ്തല്ലേ? അതെ അതെ അതെ. ഒന്നും കാണാൻ പോലും 58 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇപ്പൊ 44. അതെ അതെ. ഏകദേശം 15 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു, ചൂട് കുറഞ്ഞു. ഈ ഒരു പരിപാടി ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ആ തണലത്തേക്ക് മാറി. എന്റെ അമ്മോ, അപ്പം ഇത്രയും നമുക്ക് കുറവ് വരും. അതെ, അതായത് വാട്ടർ പ്രൂഫിംഗ് ആണ്, അതിന്റെ കൂടെ തന്നെ ഹീറ്റിനെ റെഡ്യൂസ് ചെയ്യാനും പറ്റും. അത് തെർമൽ എക്സ്പാൻഷൻ കൊണ്ട് ഉണ്ടാവുന്ന എല്ലാ കംപ്ലൈന്റും ഒഴിവാക്കാൻ പറ്റും, ലീക്കേജും സ്റ്റോപ്പ് ആവും. നമ്മുടെ ബെനിഫിറ്റ്. കസ്റ്റമർ സാറ്റിസ്ഫൈ ആണോ? 100%. അതെ അതെ അതെ. അന്ന് ഞാനൊരു കൊട്ട 3 ലെയർ അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് ഇവിടുന്ന് നോക്കിയിട്ട് അങ്ങനെ കാണാൻ പറ്റും, അവിടെ ഇരിക്കുക. അപ്പൊ ആ കൊട്ട ഓക്കെ അല്ലേ? ഞാൻ വീട്ടിൽ കൊണ്ടോട്ടെ? വീട്ടിൽ അതിൽ 1-2 പരിപാടികളുണ്ട്. നമ്മളൊരു പരീക്ഷണം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് ഈ കോട്ടിങ് ചെയ്തതിന്റെ ഒരു എഫക്ട് എന്താണ് എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, അതിൽ നമ്മൾ ടോപ്പ് ലെയർ കോട്ടിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ബേസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ബേസ് കൊടുക്കാണ്ട് തന്നെയുള്ള ഒരു പെർഫോമൻസ് എന്താണ് എന്നുള്ളത് കറക്റ്റ് ലൈവായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെന്റ് തന്നെ ചെയ്യാം. ഇതിൽ നമുക്ക് വെള്ളം നിർത്തി നോക്കാം. ഇവിടെ സർഫസിൽ നമ്മൾ ടോട്ടൽ 6 ലെയർ കോട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ 3 ലെയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വേറെ ഫൈബറിന്റെ മാറ്റോ ഒന്നും കൊടുത്തിട്ടില്ല. ഈ ടോപ്പ് കോട്ട് മാത്രം 3 കോട്ട് മാത്രം ചെയ്തിട്ടുള്ള. എന്നിട്ട് തന്നെ അതിന്റെ ഒരു സ്ട്രെങ്ത് എന്താണെന്നുള്ളത്, ഇല്ലെങ്കിൽ എങ്ങനെ ഇത് വർക്ക് ആവണം എന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാം, മനസ്സിലാക്കാൻ പറ്റും അല്ലെ? അപ്പൊ എന്തായാലും ഇതൊക്കെ കണ്ടോ, ഇത് ശരിക്കും 3 ദിവസം വന്നിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് ക്ലിയർ ചെയ്ത് തരുന്നത്. അപ്പം നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഓരോരുത്തർക്കും ഇത് വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പം നിങ്ങൾ ഇത് നോക്കി, ജസ്റ്റ് ഇതൊന്ന് ഫുൾ ഇത് നോക്കി കഴിഞ്ഞാൽ മൊത്തം വൈറ്റ് കളർ അല്ലേ? ശരിക്കും പറഞ്ഞാൽ വൈറ്റ് കളറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കുന്ന വെയിൽ അല്ല ചൂട് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോവുകയുള്ളൂ. നമ്മള് വൈറ്റ് ആയതുകൊണ്ട് മാത്രമല്ല, ഇതിന് അങ്ങനത്തെ ഒരു ഹൈ റിഫ്ലക്റ്റീവ് എഫക്റ്റ് ഉള്ള ഒരു ടെക്നോളജിയും കൂടിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും നമുക്കെന്നാ താഴേക്ക് ഇറങ്ങിയാലോ? അപ്പം ഇതിന്റെ എന്താണ് ചെയ്യാൻ പോകുന്നത്? അതെ, നമുക്ക് അന്നിപ്പോ നമ്മള് വെള്ളം ഒഴിച്ചപ്പോ കംപ്ലീറ്റ് ലീക്കായി പോയത്. ഇനിയൊന്ന് വെള്ളം ഒഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇത് വെള്ളം ഒഴിച്ചു നോക്കുക അല്ലെ? അതെ അതെ അതെ, വെള്ളതാണ്. ഫുള്ള് ഒഴിച്ചോ. വെള്ളം ലീക്കില്ല അല്ലേ? പക്ക ക്ലീൻ, ഒരു തുള്ളി പോലും ഇല്ല അല്ലേ? അതെ അതെ അതെ. മൊത്തത്തിൽ ഇങ്ങനെ നാട്ട് കാണിച്ചേ. ഇത് വാട്ടർ പ്രൂഫായി. അതെ അതെ, വാട്ടർ പ്രൂഫായി. ഇത് പൊളി. അപ്പൊ ഇത് വീട്ടിൽ കൊണ്ടുപോകാം ധൈര്യമായിട്ട്. അതെ അതെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ടോപ്പ് കോട്ടായിട്ട് കൊടുത്തിട്ടുള്ള PU മെറ്റീരിയൽ, ഇലാസ്റ്റോമറിക് ആയിട്ടുള്ള PU മെറ്റീരിയലിന്റെ 3 കോട്ടാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഇത് വെള്ളം കളഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോകാമല്ലോ അല്ലേ? അല്ല, നമുക്ക് വേറൊരു മാരകമായിട്ടുള്ള ഒരു പരീക്ഷണം കൂടി വേണമെങ്കിൽ ചെയ്ത് നോക്കാം. വേറെയോ? അതെ അതെ അതെ. ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇത് ഹൈലി എലാസ്റ്റോമറിക് ആണ്. നമുക്ക് ഇതിന്റെ മോളിൽ കൂടി ഒന്ന് വണ്ടി കയറ്റിയിട്ട് ഈ ഒരു സ്ട്രക്ചറിനെ ഡാമേജ് ആക്കിയിട്ട് ഇതിൽ വെള്ളം നിൽക്കുന്നുണ്ടോ എന്നും കൂടി നോക്കാം. അതായത് ഈ കൊട്ടയുടെ മുകളിൽ കൂടെയോ? അതെ അതെ വണ്ടി കയറ്റാൻ പോവാം. അതെ അതെ, കൊള്ളാം. ഇത് പൊട്ടിപ്പോയില്ലേ അന്നേരം? കൊട്ട പൊട്ടും, പക്ഷെ വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ്ങിന് എന്ത് സംഭവിക്കുന്നുള്ളതും കൂടി നോക്കാം. വന്നോ? മതി. അടി, ഒന്ന് ബാക്കി പോക്കെ. ഓക്കെ, ഫുള്ള് മണ്ണായി. അതെ, മണ്ണായി. നേരെയാക്കിയാൽ മതി അല്ലേ? അതെ അതെ. സ്ട്രക്ചർ കംപ്ലീറ്റ് ഡാമേജ് ആയി, പക്ഷെ വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ്ങിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഇനി വെള്ളം ഒഴിച്ച് നോക്കിയാ? വെള്ളം ഒഴിച്ച് നോക്കാം. ആ പൈപ്പിന്റെ അവിടെ പോയി ഞാൻ തന്നെ ഒഴിക്കാം, നിറയ്ക്കാം. എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോന്ന് അറിയണ്ടേ? അയ്യോ, ഇത് പൊളിച്ചു. അതായത് ഒരു കാറ് കേറിയിട്ട്, അതായത് ഈ സ്ട്രക്ചർ ഡാമേജ് ആയി, എന്നിട്ട് എന്തായില്ല, വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ്ങിന് ഡാമേജ് വന്നില്ല, കൊട്ട പൊട്ടി. അതെ അതെ, കൊട്ട പൊട്ടി. അവിടെ ഇവിടെയൊക്കെ കാറ് കയറി അത് നേരെ ഇങ്ങനെ ആയല്ലോ. അതെ അതെ, നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആക്കിയ സാധനമാണ് നമ്മൾ നേരെ ആക്കിയത്. പക്ഷെ ഇത് പൊളിച്ചു കേട്ടോ. ഈ വെള്ളം ഒരു തുള്ളി പോലും താഴെ ചാടുന്നില്ല. ഇത്
എനിക്ക് സംഭവം ഇത് ഇഷ്ടപ്പെട്ടു. ഈ കൊട്ട ഏത് രീതിയിലും അപ്പൊ എനിക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന സംഭവമാണ്. അതെ, അതെ, അതെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കേരളത്തില് എവിടെ നിന്ന് ആൾക്കാർ കോണ്ടാക്ട് ചെയ്താലും അതെ, ത്രൂട്ട് കേരള നമുക്ക് സർവീസ് ഉണ്ട്. അതായത് എല്ലാ ജില്ലകളിലുമായിട്ട് നമുക്ക് സർവീസ് കൊടുക്കാനുള്ള സർവീസ് പ്രൊവൈഡ്. ഓക്കെ, അപ്പൊ നമ്പർ ഞാൻ ഫോർവേഡ് ചെയ്തുതരാം. ഓക്കെ. അപ്പൊ ഓരോരുത്തരുടെയും, അതായത് ഓരോ ജില്ലകളിലും എവിടെയാണോ നിങ്ങളുടെ നിയർ ബൈ എവിടെയാണോ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമന്റിലും ഞാൻ ഉറപ്പായിട്ടും പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവരെ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? നിയർ ബൈ ആയിട്ടുള്ള ഞങ്ങളുടെ സർവീസ് ടീമിനെ കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് അവിടെ നിന്ന് തന്നെ സർവീസ് എടുക്കാൻ പറ്റും. ഇതെന്ത് പറഞ്ഞാൽ ഇതൊരു പൊളി സംഭവം തന്നെയാണ് കേട്ടോ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ കാർ കയറ്റി കളയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പം ബാൻവെറ്റ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും ഇത് വീടുകളിലും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പർപ്പസിനായാലും ഏത് രീതിയിലും നിങ്ങൾ ചെയ്തു കൊടുക്കും അല്ലേ?